ഹായ് ഓൾ, ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് കണ്ണൂർ സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ടിൻ്റെ ചില കാഴ്ചകളാണ് കേട്ടോ. കണ്ണൂർ കോട്ടയുടെ ചില കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്. പിന്നെ ആ കോട്ടയുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. ആ കോട്ടയുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, കണ്ണൂർ ജില്ലയിലെ അറബിക്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ കോട്ടയാണ് സെയിൻറ്റ് ആഞ്ചലോ കോട്ട അഥവാ കണ്ണൂർ കോട്ട. 1505 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആയിരുന്ന ഡോൺ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് കോലോത്തിരി രാജാവിൻ്റെ അനുമതിയോടെ ഈ കോട്ട നിർമ്മിച്ചത്. നൂറ്റാണ്ടുകളിലൂടെ 3 വിദേശ ശക്തികളുടെ ഭരണമാറ്റത്തിന് ഈ കോട്ട സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്ര. 1505 മുതൽ 1663 വരെ പോർച്ചുഗീസ് ഭരണമായിരുന്നു ഈ കോട്ടയുടേത്. 1505 ഒക്ടോബറിൽ പണിയാരംഭിച്ച ഈ കോട്ട പോർച്ചുഗീസുകാരുടെ പ്രധാന സൈനിക താവളവും സുഗന്ധവ്യഞ്ജന വ്യാപാര കേന്ദ്രവുമായിരുന്നു. 1507 സാമൂതിരിയും കോലോത്തിരിയും ചേർന്ന് കോട്ട ആക്രമിച്ചെങ്കിലും പോർച്ചുഗീസുകാർ അത് പ്രതിരോധിച്ചു. 1663 മുതൽ 1772 വരെ ഡച്ച് ഭരണമായിരുന്നു കോട്ടയുടേത്. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് കോട്ട പിടിച്ചെടുത്തു. അവർ കോട്ടയുടെ വലിപ്പം ചെറുതാക്കുകയും ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ കോത്തളങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് 1772 ഡച്ചുകാർ ഈ കോട്ട അറക്കൽ രാജവംശത്തിലെ അലി രാജാവിന് വിറ്റു. 1790 മുതൽ 1947 വരെ ബ്രിട്ടീഷ് ഭരണമായിരുന്നു ഈ കോട്ടയുടേത്. 1970 ബ്രിട്ടീഷുകാർ കോട്ട കീഴടക്കുകയും മലബാറിലെ അവരുടെ പ്രധാന സൈനിക താവളമാക്കി മാറ്റുകയും ചെയ്തു. സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ പ്രബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു ഈ കോട്ട. കോട്ടയുടെ പ്രധാന പ്രത്യേകതകൾ: നിർമ്മിതി. വെട്ടുകല്ലും സുർക്കിയും ഉപയോഗിച്ച് ത്രികോണാകൃതിയിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതി ഭംഗി എന്താണെന്ന് വെച്ചാൽ, കോട്ടയുടെ മുകളിൽ നിന്നാൽ അറബിക്കടലിൻ്റെയും സ്വാഭാവിക തുറമുഖമായ ബാപ്ല ബേയും നർബടം തുരുത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും കാണാൻ സാധിക്കും. നിലവിൽ ഈ കോട്ട ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ടതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു.